കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് തൃപ്പൂണിത്തുറയ്ക്കുള്ള യാത്രയാണ്. സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ഇടതുവശത്ത് കൂടി ഒരു സ്കൂട്ടർ നല്ല വേഗതയിൽ കടന്നുപോയി. ഇലക്ട്രിക് സ്കൂട്ടറാണ്, ശബ്ദമില്ല, കാഴ്ച മാത്രം. ഓടിച്ചിരുന്ന യുവതിയും പിന്നിലിരുന്ന ചെറുപ്പക്കാരനും രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ഇവർക്ക് നടുവിലായി എണീറ്റ് നിൽക്കുന്ന ഒരു 1.5 വയസ്സിൽ താഴെയുള്ള കുരുന്ന്. ഹെൽമെറ്റിൻ്റെ മുകളിൽ കൂടെയും അമ്മയുടെ തോൾ വശത്തുകൂടെയും മുന്നിലത്തെ കാഴ്ചയിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യുവാവ് ഒരു കൈകൊണ്ട് കുട്ടിയെ തന്നോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മറ്റേ കയ്യിലുള്ള മൊബൈലിലാണ് നോട്ടം. ഗൂഗിൾ മാപ്പ് നോക്കുകയാവാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് നോക്കുകയാവാം. എന്തായാലും പകുതി ശ്രദ്ധ കുട്ടിക്കും പകുതി മൊബൈലിലുമാണ്. നിരത്ത് അപ്പോൾ ശാന്തമാണെങ്കിലും സ്വഭാവം മാറാൻ അധിക സമയം വേണ്ട എന്നത് എല്ലാവർക്കും അറിയാം. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ഒരു കാൽനട യാത്രക്കാരനോ നീളുന്ന കൈകൾക്ക് മുന്നിൽ ബ്രേക്ക് ഔട്ടിയേക്കാവുന്ന മുമ്പിലുള്ള ഏതെങ്കിലും ഒരു ബസ്സോ, ഇനി ഇതൊന്നുമല്ലെങ്കിൽ കാഴ്ചയിൽ എക്സൈറ്റഡ് ആയ ആ കുട്ടിയുടെ ഒരു കുതിച്ചു ചാടലോ മതി സ്കൂട്ടറിന്റെ ബാലൻസ് മാറാൻ. നഗരത്തിലെ യാത്രയിൽ ഈ കാഴ്ചകൾ ധാരാളമാണ്. എന്നാലും ഇപ്പോഴത്തെ തലമുറ കുട്ടികളെ ഇങ്ങനെയാണ് നോക്കുന്നത് എന്ന് നമുക്ക് പൊതുവായി പറയാനാവില്ല. കാരണം ചെറിയ കുട്ടികളെ ഹെൽമെറ്റ് ധരിപ്പിച്ചും സുരക്ഷാ ബെൽറ്റ് ചേർത്ത് തന്നോട് ചേർത്ത് ബന്ധിച്ചു മാത്രം പുറകിലിരുത്തിയും യാത്ര ചെയ്യുന്ന ധാരാളം അച്ഛന്മാരെയും അമ്മമാരെയും കാണാറുണ്ട്. കുട്ടികളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ മാത്രം കൈകളിലാണ്. ഒരു കാരണവശാലും ചെറിയ കുട്ടികളെ 2 വീലറിൽ എണീറ്റ് നിർത്തി യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. അവർക്ക് കാഴ്ചയുടെ എക്സൈറ്റ്മെന്റ് മാത്രമേ അറിയൂ. ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളായ നിങ്ങളാണ്. ഇത്തരം കാഴ്ചകൾ നിങ്ങളും കാണാറുണ്ടാവും. പ്രതികരണം കമൻ്റായി അറിയിക്കുമല്ലോ.